അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മുടെയൊക്കെ ആഗ്രഹം എന്താ? ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കുക, അല്ലെ? അങ്ങനെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ തരണം ചെയ്യേണ്ടതുണ്ട്. കാരണം എന്താ? അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അദ്ദുനിയ സിജ്നുൽ മുഅ്മിനി വ ജന്നത്തുൽ കാഫിർ. ഈ ദുനിയാവ് എന്ന് പറയുന്നത് ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതൊരു ജയിലറ പോലെയാണ്. അതേ സ്ഥാനത്ത് ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം അത് സ്വർഗമാണ്. ഈ മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ജയിലറയാണ് എന്ന് പറയാൻ കാരണം എന്താ? ഒരു ജയിലിൽ പോകുന്ന വ്യക്തി, അദ്ദേഹത്തിന് അവരുടേതായ ഒരു സ്വാതന്ത്ര്യവും അതിനകത്ത് ഉണ്ടാവില്ല. ആ ജയിൽ അധികൃതർ നൽകുന്ന ഭക്ഷണം മാത്രമേ അവനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. അവർ കൊടുക്കുന്ന ഡ്രസ്സ് മാത്രമേ അദ്ദേഹത്തിന് ധരിക്കാൻ കഴിയുള്ളൂ. അവരെന്താണോ പറയുന്നത് അത് ആ ഒരു അക്ഷരം പ്രതി അദ്ദേഹം അനുസരിക്കേണ്ടതുണ്ട്. അതുപോലെയാണ് ഈ ദുനിയാവ് എന്ന് പറയുന്നത്. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആല പറയുന്ന ഓരോ കാര്യങ്ങളും അതേപോലെ ജീവിതത്തിൽ പകർത്തുകയും അല്ലാഹു തആല ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ പാടേ നിഷേധിക്കുകയും ചെയ്യൽ നമ്മുടെ മേൽ നിർബന്ധമാണ്. അതുകൊണ്ടാണ് ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവ് എന്ന് പറയുന്നത് ജയിലറ പോലെയാണ് എന്ന് പറയാൻ കാരണം. കാഫിറിന് സ്വർഗമാണെന്ന് പറയാൻ കാരണം അവർക്ക് എന്തും ചെയ്യാം, അവരോട് ചോദ്യമല്ല. അത് അല്ലാഹു തആല കൊടുക്കുന്ന ശിക്ഷ വേറെ ഉണ്ടാവും അള്ളാഹുവിനെ വിശ്വസിക്കാത്തതിൽ. പക്ഷെ ഈ ദുനിയാവില് അവർ തോന്നിവാസം പോലെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമുക്ക് ചെയ്യാൻ പാടില്ല. അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇനി ഞാനിവിടെ പറയാൻ വന്ന കാര്യം, നമ്മുടെ ഈമാൻ തെറ്റിപ്പോകുന്ന ഒരു 5 കാര്യങ്ങൾ നിങ്ങളെ മുമ്പിൽ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ്. എന്നോട് ഞാൻ ഉപദേശിക്കുകയാണ്. കാരണം നമ്മൾ വളരെ ലഘുവായി കാണുന്ന കാര്യങ്ങളാണ് ഈ 5 എണ്ണം. അത് നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. അപ്പൊ ആ 5 കാര്യങ്ങൾ ഏതാണെന്ന് നമ്മൾ നോക്കിയാലോ? വീഡിയോ കാണുന്ന ഓരോ ആളുകളും വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. കാരണം നമ്മുടെ വീഡിയോ യൂട്യൂബ് തന്നെ കൂടുതൽ ആളുകളിലേക്ക് റെക്കമെൻഡ് ചെയ്ത് എത്തിക്കാൻ വേണ്ടിയാണ്. ഒന്നാമതായി പറഞ്ഞത്, ബാങ്ക് കൊടുക്കുന്ന സമയത്ത് സംസാരിക്കുന്ന ആളുകൾ. ബാങ്ക് കൊടുക്കുന്ന സമയത്ത് സംസാരിക്കുന്ന ആളുകളുടെ ഈമാൻ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഒരു കാര്യത്തിലും നമ്മൾ ഏർപ്പെടാൻ പാടില്ല. ഖുർആൻ ഓതുകയാണെങ്കിൽ പോലും അത് നിർത്തിവെച്ചിട്ട് നമ്മൾ ബാങ്കിന് ജവാബ് ചെയ്യണം. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ദർസിലൊക്കെ പഠിക്കുന്ന സമയത്ത് അവിടെ ആരെങ്കിലും മരണപ്പെട്ടു പോയാൽ അവിടെ ഈ ചാമോത്ത് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. അതായത് ഈ മരണപ്പെട്ട് മറമാടിക്കഴിഞ്ഞാൽ ആ ഖബറും പുറത്തിരുന്നിട്ട് 3 ദിവസമോ 7 ദിവസമോ മുറിയാതെ ഓതിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് 2 മണിക്കൂറായിട്ട് 2 ആളുകൾ ഇരുന്ന് ഓതുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇന്നും പല സ്ഥലങ്ങളിലുണ്ട് അത്. അപ്പോ ബാങ്ക് കൊടുക്കുന്ന സമയം എത്തുമ്പോൾ നമ്മൾ മുസ്ഹഫ് പൂട്ടിയിട്ട് ആ ബാങ്കിന് ഉത്തരം ചെയ്യും. അങ്ങനെയാണ് വേണ്ടത്. ഒരു കാര്യത്തിലും നമ്മൾ ഇടപെടാൻ പാടില്ല. ഒരു കാര്യവും നമ്മൾ ചെയ്യാൻ പാടില്ല. ഒക്കെ നമ്മൾ നിർത്തിവെക്കണം. കാരണം എന്താ അറിയോ? ആ ബാങ്കിലുടനീളം ഓരോ വരിയിലും അള്ളാഹുവിന്റെ പേരാണ് പറയുന്നത്. ഹയ്യാല സ്വലാത്ത്, ഹയ്യാൽ ഫലാ ഒഴികെയുള്ള എല്ലാ ലൈനിലും നിങ്ങളൊന്ന് നോക്ക്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ 2 പ്രാവശ്യം പറയുന്നുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലെ? 2 പ്രാവശ്യം. അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഹയ്യാല സ്വലാ, ഹയ്യാൽ ഫലാ എന്ന് പറയുന്നതിലില്ല. വീണ്ടും അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എല്ലാ വരിയിലും അല്ലാഹു എന്നുണ്ട്. നമ്മൾ ജീവിച്ചിട്ട് ദുനിയാവിലേക്ക് വന്ന ഉടനെ നമ്മുടെ വലത് കാതിൽ ആദ്യം നമ്മൾ കേട്ടത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്നാണ്. അല്ലാഹുവിന്റെ പേരാണ്. നമ്മൾ മരിക്കുന്ന സമയത്തും അതേപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള അല്ലാഹ് പറഞ്ഞിട്ടായിരിക്കണം നമ്മൾ മരിക്കുന്നത്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ അത്രയും പ്രധാനമായതാണ് ഈ ബാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ ആ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഒരു പരിപാടിയിലും ഏർപ്പെടാൻ പാടില്ല. ഇത് പറയുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ വീടുകളിൽ വയസ്സുള്ള ആളുകൾ ചെറിയ കുട്ടികളോട് പറയും, ബാങ്ക് കൊടുക്കുന്നുണ്ട് മിണ്ടരുത് എന്ന് പറയും. ആ കുട്ടികൾ അതേപോലെ കേട്ട് പഠിക്കും. ചില പെൺകുട്ടികളൊക്കെ ബാങ്ക് കൊടുക്കുമ്പോൾ ഉമ്മമാരൊക്കെ തട്ടം എടുത്ത് ചുറ്റിട്ടൊക്കെ വരും. എന്താ? ബാങ്ക് കൊടുക്കുന്നുള്ളത് കൊണ്ട്. അങ്ങനെ ആ കുട്ടികൾ പഠിച്ചു വരും. ഏതെങ്കിലും ഒരു അവസരത്തിൽ ഈ ഉപ്പുപ്പ ഈ പഠിപ്പിച്ച അല്ലെങ്കിൽ ഈ ഉപ്പ
ഫോണിൽ ഇങ്ങനെ സംസാരിക്കുകയായിരിക്കും. ആ സമയത്താണ് ബാങ്ക് കൊടുക്കുന്നുണ്ടാവുക. ഈ കുട്ടി വേഗം പോയി തട്ടൊക്കെ ചുറ്റി വന്നിട്ട് ഉപ്പുപ്പ ബാങ്ക് കൊടുക്കുന്നുണ്ട്, ഒരിക്കൽ പോയാ ഈ കുട്ടിയെ ഓടിക്കലാണ്. എന്താ, ഈ ഉപ്പുപ്പാക്ക് സംസാരിക്കണം ഫോണില്. അപ്പൊ ഈ കുട്ടി വിചാരിക്കും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ സംസാരിക്കാം, പ്രശ്നമില്ല. കുട്ടികളെ മനസ്സല്ലേ, അവിടെ നിന്ന് പഠിച്ചു വരും. ഒന്നും ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അധികം ആളുകളിലും കാണുന്നതാണ്. ചിലപ്പോൾ സംസാരിക്കാതിരിക്കും, പക്ഷെ ഫോൺ വന്നാൽ ഫോൺ എടുത്തിട്ട് ഹലോ ബാങ്ക് കൊടുക്കുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. ചിലപ്പോൾ ആ സമയത്ത് അങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ അതങ്ങോട്ട് തുടർന്നു പോകും. അതൊന്നും ഒരിക്കലും ഉണ്ടാവരുത്. ആ ഫോൺ വന്നാൽ ആ ഫോണിൽ അവിടെ നമ്പർ ഉണ്ടാവൂലേ, പിന്നെ തിരിച്ചു വിളിച്ചൂടെ? അത് നമ്മൾ ആ ബാങ്കിനെ നിസ്സാരമാക്കലിന് തുല്യമാണ്. നിങ്ങൾക്കറിയോ, ബഹുമാനപ്പെട്ട ഹാറൂൺ റഷീദ് ചക്രവർത്തിയായിരുന്നു, രാജാവായിരുന്നു. മഹാനവറുകളുടെ ഭാര്യ മരണപ്പെട്ടപ്പോ ആ ഭാര്യയെ സ്വപ്നത്തിൽ കാണുകയാണ്. മഹദി ഒരു പച്ചപ്പട്ട് പരവതാനിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. സ്വർഗത്തില് പച്ചപ്പട്ടാണല്ലോ. അപ്പോ മഹദിയോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഈ സ്ഥാനം എങ്ങനെ കിട്ടിയെന്ന്. അപ്പൊ മഹദി പറയുന്നുണ്ട്, രാജ്ഞിയായിരുന്നല്ലോ. അപ്പോ പല ആളുകളും ദഫ് മുട്ടിയിട്ട് പാട്ടുപാടിയിട്ട് സന്തോഷിപ്പിക്കാൻ വേണ്ടി രാജ്ഞിയുടെ അടുത്ത് വരും. ഒരു ദിവസം അങ്ങനെ പാട്ടുപാടി സന്തോഷിപ്പിക്കാൻ വേണ്ടി വന്ന സമയത്ത് ബാങ്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് മഹദി പറഞ്ഞു, നിങ്ങൾ പാട്ടുപാടരുത്, നിങ്ങൾ ദഫ് മുട്ടരുത്, ബാങ്കിന് ഉത്തരം കൊടുക്കണമെന്ന്. ആ പറഞ്ഞ ഒരൊറ്റ കാരണം കൊണ്ട് അല്ലാഹു തആല ഉടനെ തന്നെ സ്വീകരിച്ചു, ആ സ്ഥാനം കൊടുത്തു എന്നാ. അപ്പോ ബാങ്കിനുള്ള ശ്രേഷ്ഠത ഞാൻ പറയുന്നത്. അപ്പൊ ആ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം കൊണ്ടും ഇടപെടരുത്. രണ്ടാമത്തത്, അതേപോലെ തന്നെ ഇതിന്റെ കൂടെ പറയേണ്ട ഒന്നാണ് ഖുർആൻ ഓതുന്ന സമയത്തും നമ്മൾ സംസാരിക്കരുത്. ഇതും നമ്മുടെ വീടുകളിൽ കണ്ടുവരുന്നതാണ്. നമ്മൾ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളുണ്ടാവും. കുട്ടികൾ കുറച്ച് ഉച്ചത്തിലൊന്ന് ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾ അപ്പുറം എവിടെയെങ്കിലും പോയിട്ട് ഓത്, ഞങ്ങൾക്കിവിടെ സംസാരിക്കണം എന്ന് പറയുന്ന കാരണവന്മാര് വീട്ടിലുണ്ടെങ്കിൽ അപകടമാണ്. കുട്ടികൾ ഖുർആൻ ഓതുന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും സ്ഥലം കണ്ടെത്തിയിട്ട് പോയിട്ട് സംസാരിക്ക്. കുട്ടികളെ എഴുന്നേൽപ്പിക്കുകയല്ല വേണ്ടത്. അല്ലെങ്കിൽ മല്ല ഓത് മക്കളെ, മല്ല ഓതാനുള്ളതല്ല ഖുർആൻ ഉറക്കം ഓതാനുള്ളത് തന്നെയാണ്. ആ ഓരോ ഖുർആനിന്റെ അക്ഷരങ്ങളും നമ്മുടെ മനസ്സിന് കുളിര് തരണം. ഇത് പറയുമ്പോ നമ്മൾ ഒരു ദിവസം പോലും ഖുർആനുമായി ബന്ധപ്പെടാത്ത ദിവസങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നാ. അപ്പൊ ചില സംശയങ്ങൾ ഉണ്ടാകും. ചിലപ്പോ കുളി നിർബന്ധമായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഹൈലുകാരിയായിട്ടുള്ള ആളുകൾ, നിഫാസുകാരിയായിട്ടുള്ള ആളുകൾ, അവരെങ്ങനെയാണ് ഈ ഖുർആനുമായി ബന്ധപ്പെടുക? ഖുർആനുമായി ബന്ധപ്പെടുക എന്ന് പറഞ്ഞാൽ അവർക്ക് നാവ് കൊണ്ട് ഓതാൻ കഴിയില്ലെങ്കിലും മനസ്സിൽ ഖുർആൻ നടത്താലോ, അല്ലെങ്കിൽ ഖുർആൻ കേൾക്കാലോ. ഇന്ന് മൊബൈലിലൊക്കെ ഖുർആനുകളാണ്, പക്ഷെ നമ്മളത് യൂസ് ചെയ്യുന്നില്ല എന്ന് മാത്രം. ആ ഖുർആൻ കേൾക്കാലോ, അല്ലെങ്കിൽ ഖുർആൻ അടുത്ത് വേറെ ആരെക്കൊണ്ടെങ്കിലും ഒന്ന് മറച്ചു വെപ്പിക്കുക. നമ്മളെ ഖുർആൻ എടുത്തിട്ട് ഇങ്ങനെ വിടർത്തി വെപ്പിക്കുക. ആ ഖുർആനിലേക്ക് നോക്കൽ കൊണ്ട് ഓതാൻ പാടില്ല. ആ ഖുർആനിലേക്ക് നോക്കുകയാണെങ്കിൽ ഹൈലുകാരിക്കായാലും നിഫാസുകാരിക്കായാലും പ്രതിഫലമുണ്ട്. ഓതാൻ പാടില്ല എന്നേ ഉള്ളൂ. ഖുർആൻ ഓതുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ ഓതിക്കൊള്ളണമെന്നില്ല. അത് ചിലപ്പോൾ മൊബൈലിലൂടെ ഓതുന്ന സ്ഥലമായിരിക്കും. ആരെങ്കിലും ഒരാൾ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് ഖുർആൻ ഇങ്ങനെ ഓപ്പൺ ആക്കി വെച്ചിട്ട് ഓതിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പാണ് ഒരാൾ വന്ന് മതി, നീ ഒരു ഖുർആൻ കേട്ടത്, നീ വലിയ ഒരാളാണല്ലോ എന്നും പറഞ്ഞിട്ട് ഖുർആൻ ഓഫാക്കിക്കുക. അല്ലെങ്കിൽ ഈ ആളോട് ഇങ്ങനെ സംസാരിക്കുക, ഖുർആൻ അവിടെ ഇങ്ങനെ ഓതുന്നുണ്ടാവും. അതൊന്നും ചെയ്യാൻ പാടില്ല. ഖുർആനോടുള്ള അദബ് കേടാണ്, സൂക്ഷിക്കണം. ഈമാൻ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ഇനി രണ്ടാമത്തത്, മുഹമ്മദ് എന്ന് പേരുള്ള, അല്ലെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരുപാട് പേരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുള്ള ഒരാളെ നിന്ദിച്ചുകൊണ്ട് സംസാരിക്കുക. ഇവന് കുട്ടികളാണെങ്കിൽ ഈ നശിച്ച മമ്മദ് എവിടെ പോയി എന്ന് ചില ആളുകൾ പറയലുണ്ട്. അല്ലെങ്കിൽ എടാ മമ്മദ്, നമ്മൾ മുഹമ്മദ് എന്ന് വിളിക്കാറില്ലല്ലോ, മമ്മദ് എന്നല്ല വിളിക്കുക. അങ്ങനെ വിളിക്കാൻ പാടില്ല. മുഹമ്മദ് എന്ന് പേരിട്ട മുഹമ്മദിനെ വിളിക്കണം. ഈ കുരുത്തം കെട്ട മുഹമ്മദ് എവിടെ പോയി പറയാൻ പാടില്ല. കാരണം എന്താ? ആ പേര് മുഹമ്മദ് എന്നാ. അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുള്ള ആളെ നമ്മൾ നിസ്സാരപ്പെടുത്തുന്ന വാക്കുകൾ പറഞ്ഞിട്ട് അഭിസംബോധന ചെയ്യാൻ പാടില്ല, അങ്ങനെ വിളിക്കാൻ പാടില്ല. മൂന്നാമത്തത്,
നന്മ ഉപദേശിക്കുന്ന ആളുകളെ നിന്ദിക്കുക. നമ്മളോട് ഒരാള് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു തരികയാണെങ്കിൽ ഓ വലിയ ഉപദേശകൻ പറയാൻ പാടില്ല. ഉദാഹരണത്തിന് നമ്മൾ പള്ളിൻ്റെ അടുത്ത് നിന്ന് ഒളിവ് എടുത്തിട്ട് നിസ്കരിക്കാൻ പോവാണ്. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരാള്, ഉസ്താദാവട്ടെ ഞാൻ ആരാവട്ടെ, അപ്പൊ പറയാണ് നല്ല വിളിച്ച്, മോനെ ഒളിവ് എടുത്തില്ലേ, ഒളിവിന്റെ ശേഷമുള്ള ഒരു ദുആ ഇല്ലേ, ആ ദുആ ചെയ്തോളി, ദുആ ചെയ്താതെ പോകരുത്. അത് എനിക്കറിയും, എന്നെ പഠിപ്പിക്കണ്ട. അല്ല നീ ആരാ എന്നോട് പറയാൻ? ചിലപ്പോ ഏതെങ്കിലും ഒരു മുഅല്ലിമാണെങ്കിൽ തീർന്നു. പിന്നെ അവനാരാ എന്നെ പഠിപ്പിക്കാൻ? ഞങ്ങളെ ഭക്ഷണം കഴിച്ചിട്ടാണ് അവനിവിടെ ജോലി ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാലം എന്ന് പറയുന്നത്. അങ്ങനെയാണ്. നമ്മെ ആരും ഉപദേശിക്കാൻ വരുന്നത് നമുക്കിഷ്ടമില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ നന്മ ഉപദേശിക്കുന്ന ഒരാളെ നിന്ദിക്കുക എന്നുള്ളത് അത് ഈമാൻ തെറ്റിപ്പോകാൻ കാരണമാണ്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്ന ഒരു ചരിത്രമുണ്ട്. എന്താണെന്നറിയോ? താബിഈങ്ങളിൽപ്പെട്ട ചില ആളുകൾ ഇങ്ങനെ ഒരു യാത്ര പോവുകയാണ്. പോയിട്ട് ഒരു ഖബർസ്ഥാന്റെ അടുത്തെത്തുമ്പോൾ ഒരു അസറിന്റെ സമയത്ത് ഒരു ഖബറിൽ നിന്നും ഒരു ജീവി പുറത്തേക്ക് തലയിട്ടിട്ട് കഴുത കരയുന്നത് പോലെ കരയാണ്. ഈ രൂപം നോക്കുമ്പോൾ ഈ രൂപവും കഴുതയുടെ രൂപമാണ്. ഇത് തലയിട്ടടിച്ചിട്ട് കഴുത കരയുന്നത് പോലെ കരയും, എന്നിട്ട് വീണ്ടും ഖബറിനകത്തേക്ക് പോകും. ഇങ്ങനെയുള്ള ഒരു രൂപം കണ്ടപ്പോ ഈ താബിയങ്ങളിൽപ്പെട്ട ആളുകൾ അടുത്തുണ്ടായിരുന്ന ഒരു സ്ത്രീയോട് ചോദിച്ചു, അതെന്താണ് അങ്ങനെ ഒരു സംഭവം അവിടെ ഞങ്ങളെ കണ്ടതെന്ന്. അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, ദൂരെ ഒരു വീട് കാണിച്ചിട്ട് ആ വീട്ടിൽ പോയി നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കണം. അങ്ങനെ ഈ താബിയങ്ങളിൽപ്പെട്ട ആളുകൾ ആ വീട്ടിലേക്ക് പോയി. അവിടെ ഉണ്ടായിരുന്ന ഒരു വൃദ്ധയായ ഒരു സ്ത്രീ അവരോട് ചോദിച്ചു, ഇങ്ങനെ ഒരു സംഭവം ഞങ്ങൾ കണ്ടു. ഒരു ഖബറിൽ നിന്നും ഒരു കഴുതയുടെ രൂപം പുറത്തു വന്നിട്ട് കഴുത കരയുന്നത് പോലെ കരഞ്ഞിട്ട്, ഏറ്റവും വൃത്തികെട്ട കരച്ചില് കഴുതയുടെ കരച്ചിലാണെന്ന് ഖുർആനിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു രൂപം ഞങ്ങൾ കണ്ടു. അത് അവിടെ നിന്ന് ചോദിക്കുമ്പോൾ നിങ്ങളോട് ചോദിക്കാൻ പറഞ്ഞു, എന്താണത് എന്ന് ചോദിച്ചു. അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, അത് എൻ്റെ മകനാണ്, അതെന്റെ മകനാണ്, അവനിക്ക് അല്ലാഹു തആല കൊടുത്തൊരു ശിക്ഷയാണ്. അപ്പൊ ചോദിച്ചു എന്താ കാരണം? അപ്പൊ ആ വൃദ്ധയായ സ്ത്രീ പറയാണ്, ഞാൻ ഖുർആൻ ഓതുന്ന സമയത്ത് ആ എൻ്റെ മകൻ ഇവിടെ നിന്ന് വല്ലാണ്ട് ശബ്ദമുണ്ടാക്കും. അപ്പൊ ഞാൻ അവനെ ഉപദേശിക്കും, മോനെ അങ്ങനെ ഒന്നും ചെയ്യരുത്, ഞാൻ ഖുർആൻ ഓതുകയാണ്, നീ സംസാരിക്കരുത്. ഇങ്ങനെ ഞാൻ ഉപദേശിക്കുമ്പോൾ അവൻ എന്നോട് ശബ്ദം കൂട്ടിയിട്ട് വല്ലാണ്ട് ശബ്ദത്തിൽ സംസാരിക്കും. അപ്പൊ ഞാൻ അവനോട് പറയാണ്, മോനെ ഇത് ഖുർആനാണ്, ഖുർആൻ ഓതുന്ന സമയത്ത് നീ അങ്ങനെ ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല എന്ന് ഞാൻ ഉപദേശിക്കുമ്പോൾ ഈ മകൻ ചോദിക്കുകയാണ്, അല്ല തള്ളേ, നിങ്ങൾ എന്താണ് ഈ കഴുത കുരക്കുന്നത് പോലെ കുരക്കുന്നത്, നിങ്ങളൊന്ന് മതിയാക്ക് എന്ന് പറഞ്ഞപ്പോ ഈ മാതാവ് പറഞ്ഞു, ഞാനല്ല കഴുത, നീയാണ് കഴുത എന്ന് പറഞ്ഞിട്ട് അവനെ ശാസിച്ചു, അവനെ ശകാരിച്ചു. അന്ന് രാത്രി തന്നെ ആ മകൻ മരണപ്പെട്ടു. അതിനുശേഷം ആ ഖബറിൽ നിന്നും ഉണ്ടാകുന്ന അവസ്ഥ ഇതാണ് എന്ന് ആ മാതാവ് ഇവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ നന്മ ഉപദേശിച്ച ആളുകളെ നമ്മൾ തിരിച്ച് നന്ദികേട് കാണിക്കരുത്. അവരോട് നമ്മൾ ഒന്നും പറയരുത്. നമ്മുടെ നന്മക്ക് വേണ്ടിയാണ് അവർ പറയുന്നത്. ആരായാലും, ഉസ്താദുമാർ തന്നെ ആവണമെന്നില്ല, ആരായാലും നമ്മളോട് പറയുന്നത് നന്മയാണോ അത് നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാവണം. ഇനി അടുത്തത്, നാലാമത്തത്, ആലിമീങ്ങളെ ആക്ഷേപിക്കുക, അതുപോലെ തന്നെ ഇകഴ്ത്തുക. പല കാര്യവും പറഞ്ഞിട്ട്, അതായത് സ്ഥാപനങ്ങൾ നടത്തുന്ന ആലിമീങ്ങൾ, അവർക്കെന്തേ, അവരിഷ്ടം പോലെ പൈസ പിരിപ്പിക്കുന്നു, കീശയിലിടുന്നു, അവരുടെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നു, മതി, ഇത്ര പറഞ്ഞാൽ തന്നെ മതി. പക്ഷെ ഇന്ന് ആലിമീങ്ങളെ കുറിച്ച് പറയുന്നത് കേട്ടാൽ നമ്മൾ തലയിൽ കൈവച്ചു പോകും. ചീത്ത വിളിക്കലാണ്. ചീത്ത എന്ന് പറഞ്ഞാൽ ഒരാളും കള്ളു കുടിച്ചിട്ട് സ്വയം ബോധമില്ലാതെ പോലും അതുപോലെ ചീത്ത വിളിക്കൂല. അതുപോലെയാണ് ഇന്ന് ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും നന്നാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോ ആലിമീങ്ങളെ കുറിച്ചിട്ട് ഇതുപോലെയുള്ള വേണ്ടായിത്തരം എന്താവട്ടെ, ഞാൻ ഇത് വളരെ ലഘുവായ ഒരു കാര്യം പറഞ്ഞതാണ്. അല്ലെങ്കിൽ പൈസ പിരിപ്പിച്ചിട്ട് അത് ഒരു ബാങ്കിൽ ഇട്ടിട്ട് അതിന്റെ പലിശ എടുക്കുമല്ലോ. എന്തോ ആലിമീങ്ങളെ കുറിച്ച് നമ്മൾ
മോശത്തരം പറഞ്ഞാൽ, ആക്ഷേപിച്ചാൽ, അല്ലെങ്കിൽ അവരെ ഇകഴ്ത്തിയിട്ട് സംസാരിച്ചാൽ നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകും. സൂക്ഷിക്കേണ്ടതാണ്. ഇനി അഞ്ചാമത്തത്, ചില ആളുകളെ സംസാരമുണ്ട്. ഹലാലായാലും കുഴപ്പമില്ല, ഹറാമായാലും കുഴപ്പമില്ല, എനിക്ക് സമ്പത്ത് ഉണ്ടാക്കണം, എനിക്ക് പൈസ ഉണ്ടാക്കണം എന്ന് പറയുന്ന ആളുകൾ. അതൊരിക്കലും പറയാൻ പാടില്ല. ഇങ്ങനെയുള്ള വിഷയമാണ് നമ്മൾ പറയുന്നത് എങ്കിൽ നമ്മുടെ ഈമാൻ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്താ, ഹലാലും ഹറാമും ഒക്കെ ഒന്നാണെന്നല്ല അതിന്റെ അർത്ഥം. അങ്ങനെ അല്ലല്ലോ. നമ്മൾ ഹലാലായ വഴിയിലൂടെ തന്നെ ആവണ്ടേ. നമ്മൾ ഹലാലായ ഭക്ഷണം തന്നെ കഴിക്കണം. ഹറാമായ ഭക്ഷണം വയറ്റിനകത്തേക്ക് പോയാൽ നമ്മുടെ ഇബാദത്ത് അല്ലാഹു തആല സ്വീകരിക്കൂല, നമ്മുടെ ദുആ അല്ലാഹു തആല സ്വീകരിക്കൂല. ഒരു സ്വഹാബി അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചില്ലേ, അല്ല നബിയെ, ഞാൻ എപ്പോൾ അള്ളാഹിനോട് ദുആ ചെയ്യുന്നുണ്ട്, പക്ഷെ അള്ളാഹിന്റെ അടുത്ത് മറുപടി കിട്ടുന്നില്ലല്ലോ, അതിനൊരു ഉത്തരം കിട്ടുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെന്താ, ഒരു പിടി ഹലാലല്ലാത്ത ഭക്ഷണം നമ്മുടെ വയറ്റിലേക്ക് പോയാൽ 40 വർഷത്തെ ദുആ അല്ലാഹു തആല സ്വീകരിക്കൂല എന്നാ. 40 വർഷത്തെ ഒരു പിടി പോയാൽ നമ്മുടെയൊക്കെ ഭക്ഷണം ഹലാലാണോ ഹറാമാണോ എന്ന് നമ്മൾ നോക്കലുണ്ടോ? അങ്ങനെ ആ സ്വഹാബി പിന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇത് ഹലാലാണോ ഹറാമാണോ, എവിടെ നിന്ന് വന്നു എന്നൊക്കെ നോക്കിയിട്ടേ കഴിക്കുമായിരുന്നു എന്നാ. മാത്രമല്ല ആ സ്വഹാബി അതിനുശേഷം എന്ത് ദുആ ചെയ്താലും അല്ലാഹു തആല ഉടനെ തന്നെ ഉത്തരം കൊടുക്കുമായിരുന്നു എന്നാ ചരിത്രത്തിലുള്ളതാ. അപ്പോ നമ്മുടെ ഭക്ഷണം ഇന്നെങ്ങനെയാണ്? നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ഹലാലാണോ ഹറാമാണോ നമ്മൾ നോക്കാറുണ്ടോ? അല്ലാഹു തആല ഹലാലായ ഭക്ഷണം കഴിക്കാനുള്ള, അതുപോലെ തന്നെ ഹലാലായ ഭക്ഷണം നമുക്ക് തീറ്റിക്കാനുമുള്ള ഭാഗ്യം നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ട്, നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ നമ്മുടെ ഭക്ഷണം മാത്രം നോക്കിയാൽ പോരാ, അവരുടെ ഭക്ഷണവും ഹലാലായി നോക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അപ്പോൾ ഈ ഒരു 5 കാര്യം ഞാൻ പറഞ്ഞില്ല, വളരെ നിസ്സാരമായിട്ടാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരും ഒരു ഗൗരവം അതിന് കൊടുക്കാറില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങളൊക്കെ വളരെ ഗൗരവത്തിൽ നോക്കിയിട്ട് ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും അല്ലാഹു തആല നൽകുമാറാവട്ടെ. നോമ്പ് 22ആയി. അല്ലാഹു തആല ലൈലത്തുൽ ഖദ്ർ ലഭിക്കുന്ന ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും എനിക്കും കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.